He stepped slowly out to the brink of the ledge. ലെഡ്ജിൻ്റെ അറ്റത്തേക്ക് അവൻ പതുക്കെ നീങ്ങി. ആൻഡ് സ്റ്റാൻഡിങ് ഓൺ വൺ ലെഗ് വിത്ത് ദ അതർ ലെഗ് ഹിഡൻ അണ്ടർ ഹിസ് വിങ്സ്. ഒറ്റക്കാലിൽ നിന്നിട്ട് ഒരു കാല് തൻ്റെ വിങ്സിൻ്റെ ഉള്ളിൽ പൂഴ്ത്തി വെച്ചു. ഹി ക്ലോസ്ഡ് വൺ ഐസ്. അവൻ്റെ ഒരു കണ്ണ് അടച്ചു വെച്ചു. ദെൻ ഹി the other and pretended to be falling asleep. മറ്റേ കണ്ണും പതുക്കെ ഇങ്ങനെ അടച്ചിട്ട് ഉറങ്ങുന്നത് പോലെ അഭിനയിച്ചു. പ്രിറ്റൻഡറിന് അഭിനയിക്കുക. സ്റ്റിൽ they took no notice of him. ഇപ്പോഴും അവൻ്റെ പേരൻസ് അവനെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. He saw his true brothers and his sister lying on the plateau. അവൻ്റെ രണ്ട് സഹോദരന്മാരും സിസ്റ്ററും സമതലപ്പിൽ ഡോസിങ് ചെറിയൊരു മയക്കത്തിൽ നിൽക്കുന്നത് പോലെ അവൻ കണ്ടു. ഡോസിങ് വിത്ത് ദെയർ ഹെഡ്സ് സങ്ക് ഇൻ ടു ദെയർ നെക്സ്. അവർ ചെറിയൊരു മയക്കത്തിലാണ്. അവരുടെ നെക്സുകളൊക്കെ താഴ്ത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷികൾ ഉറങ്ങുന്ന ഒരു രീതിയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഹിസ് ഫാദർ വാസ് പ്രീനിങ്. അവൻ്റെ ഫാദർ വൃത്തിയാക്കുകയാണ്. പ്രീനിങ് എന്ന് പറഞ്ഞാൽ ക്ലീനാക്കുക. ദ ഫെദേഴ്സ്, ഫാദറിൻ്റെ തൂവലുകൾ, ഓൺ ഹിസ് വൈറ്റ് ബാക്ക്. ഓൺലി ഹിസ് മദർ വാസ് ലുക്കിംഗ് അറ്റ് ഹിം. ആ സമയത്തും അമ്മ മാത്രമാണ് അവനെ നോക്കി നിൽക്കുന്നത്. മാതൃസ്നേഹം ഓദർ വ്യക്തമാക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഓരോ വരികളിലും മാതൃസ്നേഹം നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. ഷി വാസ് സ്റ്റാൻഡിങ് ഓൺ എ ലിറ്റിൽ ഹൈ അംപ് ഓൺ ദ പ്ലാറ്റോ. ഹെർ വൈറ്റ് ബ്രസ്റ്റ് ട്രസ്റ്റ് ഫോർവേഡ്. അവൻ്റെ അമ്മ അവിടെയുള്ള ചെറിയൊരു കുന്നിൻ്റെ മുകളിലാണ്, ആ സമതലപ്പിലുള്ള ഒരു കുന്നിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അവളുടെ മുൻഭാഗം, നെഞ്ചിൻ്റെ ഭാഗം ഇങ്ങോട്ട് തിരിച്ചാണ് നിൽക്കുന്നത്. നൗ ആൻഡ് എഗെയിൻ. നൗ ആൻഡ് എഗെയിൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടെ എന്നാണ് അർത്ഥം. ഷി ടോർ അറ്റ് എ പീസ് ഓഫ് ഫിഷ് ദാറ്റ് ലേ അറ്റ് ഹെർ ഫീറ്റ്. ഇടയ്ക്കിടെ അവളുടെ കാലിൻ്റെ അടിയിലുള്ള ഫിഷിൽ നിന്നും പീസുകൾ അവൾ കൊത്തി വലിക്കുന്നുണ്ട്. ആൻഡ് ദെൻ സ്ക്രാപ്പ്ഡ് ഈച്ച് സൈഡ് ഓഫ് ഹെർ ബീക്ക്. അവിടെ കൊക്കിൻ്റെ രണ്ട് സൈഡും ഓൺ ദ റോക്ക്, അവിടെയുള്ള പാറയിൽ ഉരസിയിട്ട് മൂർച്ച കൂട്ടാൻ തുടങ്ങി. പക്ഷികളൊക്കെ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാലുണ്ട് അവരുടെ കൊക്കിൻ്റെ രണ്ട് സൈഡും എവിടെയും വെച്ച് ഉരസുന്നത് നാം കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അതേ രീതിയാണ് ചെയ്യുന്നത്. ദ സൈറ്റ് ഓഫ് ദ ഫുഡ് മാഡ്നഡ് ഹിം. ഈ ഫുഡ് കണ്ടപ്പോൾ അതവനെ ഭ്രാന്തനാക്കി. ഹൗ ഹി ലവ്ഡ് ടു ടേർ ഫുഡ് ദാറ്റ് വേ. അതേ രീതിയിൽ ഭക്ഷണം കൊത്തിവലിക്കാൻ അവനും താല്പര്യമുണ്ടായിരുന്നു. സ്ക്രാപ്പിംഗ് ഹിസ് ബീക്ക് നൗ ആൻഡ് അഗെയിൻ. ഇടയ്ക്കിടെ അവൻ്റെ കൊക്കുകളൊക്കെ ഷാർപ്പ് ചെയ്യാൻ വേണ്ടി അവർക്ക് താല്പര്യമുണ്ടോ? ടു വെറ്റ് ഇറ്റ്. വെറ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഷാർപ്പ്, മൂർച്ച കൂട്ടുക എന്നാണ്. ഹി അട്ടേർഡ് എ ലോ കാക്കിൾ. അവനൊരു ചെറിയ ശബ്ദം ഉണ്ടാക്കി. ഇവിടെ കാക്കിൾ എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ വലിയ ശബ്ദമാണ്. ഇവിടെ ലോ കാക്കിൾ എന്ന് പറയാൻ കാരണം അത്രയും വിശന്ന് വലഞ്ഞിട്ടുണ്ട് അവൻ. ആ സമയത്ത് ഹിസ് മദർ കാക്കിൾഡ് ടു. മദറും ഒച്ചയുണ്ടാക്കി. ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിം. അവനിലേക്ക് തന്നെ നോക്കി. ഇനി പറയുന്നത് ആ യങ് സീകൾ കരയുന്ന സൗണ്ടാണ്.
അത് നിങ്ങൾ നിങ്ങളുടെ ശബ്ദത്തിൽ നല്ല രീതിയിൽ കരഞ്ഞ് സൗണ്ട് ആക്കിയാൽ മതി. ഹി ക്രൈഡ് ബെഗിങ് ഹെർ ടു ബ്രിങ് ഹിം ഓവർ സം ഫുഡ്. അവന് യാചിച്ചുകൊണ്ട് കരഞ്ഞു അവൻ്റെ അമ്മയോട്. ടു ബ്രിങ് ഹിം ഓവർ സം ഫുഡ്, അവനക്ക് കുറച്ച് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ്റെ അമ്മ പ്രതികരിച്ച് കരയുന്ന സൗണ്ടാണ്, അതും നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. ഷീ സ്ക്രീംഡ് ബാക്ക് മോക്കിനിങ്ലി, പരിഹസിച്ചുകൊണ്ട് അവൾ എന്താക്കി, കളിയാക്കി, ഇവനെ കളിയാക്കിക്കൊണ്ട് ശബ്ദമുണ്ടാക്കി. ബട്ട് ഹി കെപ്റ്റ് കോളിങ് പ്ലെൻറ്റീവ്ലി, അവന് ദുഃഖത്തോടുകൂടി വീണ്ടും വീണ്ടും നിലവിളിച്ചു. ആൻഡ് ആഫ്റ്റർ എ മിനിറ്റ്സ് ഓർ സോ, ഒരു മിനിറ്റോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ്, ഹി ഹട്ടേഡ് എ ജോയ്ഫുൾ സ്ക്രീം, അവൻ സന്തോഷത്തിൻ്റെ കരച്ചിൽ കരഞ്ഞു. എന്തായിരിക്കും കാരണം? ഹിസ് മദർ ഹാഡ് picked up a piece of fish and was flying across to him with it. അവൻ്റെ അമ്മ ഒരു മത്സ്യത്തിൻ്റെ കഷ്ണമെടുത്ത് അവൻ്റെ അടുത്തേക്ക് പറന്നു വരുന്നുണ്ട്. അത് കണ്ടിട്ടാണ് അവൻ അങ്ങനെ സന്തോഷത്തിൻ്റെ കരച്ചിൽ കരഞ്ഞത്. ഹി ലേൺഡ് ഔട്ട് ഈഗർലി ടാപ്പിംഗ് ദ റോക്ക് വിത്ത് ഹിസ് ഫീറ്റ്. അവന് മുന്നോട്ട് ചാഞ്ഞു നിന്നു. ഈഗർലി എന്ന് പറഞ്ഞാൽ ആകാംക്ഷയോടെ ഇങ്ങനെ ചാഞ്ഞു നിന്നു. ടാപ്പിംഗ് ദ റോക്ക് വിത്ത് ഹിസ് ഫീറ്റ്, ആ റോക്കിൽ അവൻ്റെ കാലുകൊണ്ട് അടിച്ചിട്ട്. ട്രൈങ് ടു ഗെറ്റ് നിയറർ ടു ഹെർ ആസ് ഷീ ഫ്ലോ അക്രോസ്. അവൻ എന്തിനാണ് ഇങ്ങനെ നിന്നത്? ആർത്തി കൊണ്ടാണ്. കാരണം വിശന്ന് നിൽക്കുകയാണല്ലോ, അപ്പോൾ ആർത്തി കൊണ്ട് നിൽക്കുകയാണ്. അവൻ്റെ അമ്മ അതുവഴി പറന്നു പോകുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നിന്നത്. ബട്ട് വെൻ ഷീ വാസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഹിം, പക്ഷേ അവൻ്റെ അമ്മ അവൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എത്തിയ സമയത്ത് അബ്രീഷ്ഡ് ഓഫ് ദ ലേജ്, അബ്രീഷ്ഡ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ടു എന്നാണ്. നമ്മുടെ ലേജിൻ്റെ തൊട്ടടുത്തെത്തിയപ്പോൾ ഷീ ഹാറ്റഡ് എന്ന് പറഞ്ഞാൽ നിൽക്കുക എന്നർത്ഥം. അവൾ അവിടെ നിന്നു. ഹെർ ലെഗ്സ് ഹാങ്ങിങ് ലിംബ്, അവളുടെ കാലുകളൊക്കെ കുഴഞ്ഞതുപോലെ ആക്കി നിന്നു, അതായത് ബലമില്ലാത്ത രീതിയിൽ. യഥാർത്ഥത്തിൽ ലിംബ് എന്ന് പറഞ്ഞാൽ മുടന്ത് എന്നർത്ഥം. ഇവിടെ അവൾ സ്വാധീനമില്ലാത്ത രീതിയിൽ ഇങ്ങനെ വെച്ചു. ഹെർ വിങ്സ് മോഷൻലെസ്, അവളുടെ ചിറകുകളും അതേമാതിരി കുഴഞ്ഞ രീതിയിൽ അവൾ വെച്ചു. അതായത് ഫ്ലൈ ചെയ്യാതെ, പറക്കാതെ ഇങ്ങനെ നീർത്തി വെക്കൂലേ, അതേ രീതിയിൽ വെച്ചു. ദ പീസ് ഓഫ് ഫിഷ് ഇൻ ഹെർ ബീക്ക് ആൾമോസ്റ്റ് വിത്തിൻ റീച്ച് ഓഫ് ഹിസ് ബീക്ക്, അവളുടെ കൊക്കിലുള്ള ആ മീന് ഈ യങ് സീകളുടെ കൊക്കിലേക്ക് എത്തുന്ന അതേ രീതിയിലുള്ള ഒരു ഡിസ്റ്റൻസിൽ, അങ്ങനെയാണ് അവൾ നിന്നത്, അവൻ്റെ അമ്മ നിന്നത്. ഹി വെയിറ്റഡ് എ മൊമെൻറ്റ് ഇൻ സർപ്രൈസ്, വണ്ടറിങ് വൈ ഷീ ഡിഡ് നോട്ട് കം നിയറർ. അവന് അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്തു, എന്തുകൊണ്ടാണ് അവൻ്റെ അമ്മ അവൻ്റെ അടുത്തേക്ക് വരാത്തത് എന്ന്. ആൻഡ് ദെൻ maddened by hunger he dived at the fish. വിശന്ന് ഭ്രാന്തി പിടിച്ച് നിൽക്കുന്ന അവന് ആ ഫിഷ് ഡൈവ് ചെയ്തു. വിത്ത് എ ലൗഡ് സ്ക്രീം he fall outwards and downwards into space. വലിയൊരു ശബ്ദത്തോടു കൂടി അവൻ താഴേക്ക് പതിച്ചു. ഹിസ് മദർ ഹാഡ് സൂപ്പ്ഡ് അപ്വേർഡ്, അവൻ്റെ അമ്മ മുകളിലേക്ക് പെട്ടെന്ന് പറന്നുപോയിരുന്നു. സൂപ്പ്ഡ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പറക്കുക എന്നർത്ഥം. ആസ്
He passed beneath her. He heard the hiss of her wings. അങ്ങനെ അമ്മയുടെ തായ്ഭാഗത്തിലൂടെ താഴേക്ക് വരുന്ന അവന് കാറ്റടിക്കുന്ന സൗണ്ട് പറഞ്ഞാൽ കാറ്റിൻ്റെ ആ മൂളക്കത്തോടു കൂടെയുള്ള സൗണ്ട് അത് അവൻ കേട്ടു. Then a monstrous terror seized him and his heart stood still. പിന്നീട് മോൺസ്ട്രസ് എന്ന് പറഞ്ഞാൽ ഭയാനകമായ, ടെറർ എന്ന് പറഞ്ഞാൽ പേടി, അവനെ ഭയാനകമായ ഒരു പേടി പിടികൂടി. അങ്ങനെ ആൻഡ് ഹിസ് ഹേർട്ട് സ്റ്റുഡ് സ്റ്റിൽ, അവൻ്റെ ഹൃദയം നിശ്ചലമായി. ഹി കുഡ് ഹിയർ നത്തിങ്, അവൻക്കൊന്നും കേൾക്കാൻ കഴിയുന്നില്ലായിരുന്നു. ബട്ട് ഇറ്റ് ഓൺലി ലാസ്റ്റഡ് എ മൊമെൻറ്റ്, അത് അല്പസമയം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. ദ നെക്സ്റ്റ് മൊമെൻറ്റ്, അടുത്ത മൊമെൻറ്റിൽ ഹി ഫെൽറ്റ് ഹിസ് വിങ്സ് സ്പ്രെഡ് ഔട്ട്വേർഡ്സ്, അവനക്ക് തോന്നി അവൻ്റെ വിങ്സുകൾ, ചിറകുകൾ ഇങ്ങനെ വിടരുന്നതായിട്ട്. ദ വിൻഡ് റഷ്ഡ് അഗെയിൻസ്റ്റ് ഹിസ് ബ്രസ്റ്റ് ഫെതേഴ്സ്, കാറ്റ് അവൻ്റെ ബ്രസ്റ്റിലുള്ള തൂവലിലേക്ക് അടിച്ചു കയറി. ദെൻ അണ്ടർ ഹിസ് സ്റ്റൊമക്ക്, അതിനുശേഷം അവൻ്റെ സ്റ്റൊമക്കിലേക്ക്, വയറിലേക്കും കയറി. ആൻഡ് അഗെയിൻസ്റ്റ് ഹിസ് വിങ്സ്, പിന്നെ അതിൻ്റെ വിങ്സിന് എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ മൊത്തം ഭാഗത്തെ കാറ്റ് പിടികൂടി എന്നാണ് ഇവിടെ അർത്ഥം. He could feel the tips of his wings cutting through the air. അവൻ്റെ വിങ്സിൻ്റെ ടിപ്സുകൾ കാറ്റിൽ കട്ട് ചെയ്യുന്നത് പോലെ തോന്നി, കട്ടായി പോകുന്നത് പോലെ തോന്നി. ഹി വാസ് നോട്ട് ഫാളിങ് ഹെഡ് ലോങ് നൗ, അവനിപ്പോൾ തലകുത്തി വീഴുകയല്ല. ഹി വാസ് ഷോറിങ് ഗ്രാജ്വലി, അവന് മുകളിലേക്ക് അല്പാൽപമായി ഇങ്ങനെ പൊങ്ങുകയാണ്. ഡൗൺവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ്, പൊങ്ങുമ്പോൾ താഴേക്ക് വരൂലല്ലോ, മുകളിലേക്ക് തന്നെ ഇങ്ങനെ പൊങ്ങുകയാണ്. ഹി വാസ് നോ ലോങ്ങർ അഫ്രൈഡ്, ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അത്ര പേടിയൊന്നും അവനില്ല. ഹി ജസ്റ്റ് ഫെൽറ്റ് എ ബിറ്റ് ഡീസി, അവന് തല ചുറ്റുന്നത് പോലെ തോന്നി. നേരത്തെ നാം പറഞ്ഞു നോ ലോങ്ങർ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല എന്നാണ് അർത്ഥം. Then he flapped his wings once and he soared upwards, അതിനുശേഷം അവൻ അവൻ്റെ ചിറകൊന്നടിച്ചു, അങ്ങനെ മുകളിലേക്ക് പറന്നുപോയി. He uttered a joyous scream, അവൻ സന്തോഷത്തിൻ്റെ ഒരു കരച്ചിൽ ഉണ്ടാക്കി, ശബ്ദമുണ്ടാക്കി. ആൻഡ് ഫ്ലാപ്പ്ഡ് ദം അഗെയിൻ, വീണ്ടും ചിറകിട്ടടിച്ചു. ഹി സോഡ് ഹയ്യർ, അവൻ മുകളിലേക്ക് ഉയർന്നു പറന്നു. ഹി റൈസ്ഡ് ഹിസ് ബ്രസ്റ്റ് ആൻഡ് ബാങ്ക്ഡ് അഗെയിൻസ്റ്റ് ദ വിങ്, അവൻ്റെ ബ്രസ്റ്റ് ഉയർത്തി. ബാങ്ക്ഡ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷി ഒരു ചിറക് ഉയർത്തി മറ്റേ ചിറക് താഴ്ത്തിയിട്ട് വെച്ച് പറക്കുക, അങ്ങനെ പറന്നു. എഗെയിൻസ്റ്റ് ദ വിങ്, ഈ വിങ്ങിന് എതിരായിട്ട് അങ്ങനെ പറന്നു. പിടിച്ചു നിൽക്കാൻ വേണ്ടി, ബാലൻസ് ശരിപ്പെടുത്താൻ വേണ്ടി ഒരു വിങ്സ് പൊക്കി മറ്റേ വിങ്സ് താത്തിയിട്ടുള്ള പറക്കൽ, അങ്ങനെ പറന്നു. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് അവനവൻ്റെ സന്തോഷത്തിൻ്റെ ശബ്ദമുണ്ടാക്കണം, അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഫസ്റ്റത്തേതാണ് അവരുണ്ടാക്കിയ ശബ്ദം. പിന്നീടുള്ള ഇൻവെർട്ടർ കോമയിലുള്ളത് അവൻ്റെ മദർ ഉണ്ടാക്കിയ ശബ്ദമാണ്. ഹിസ് മദർ സോപ്പ്ഡ് പാസ്റ്റ് ഹിം, അവൻ്റെ മദർ അവൻ്റെ അടുത്തിലൂടെ പെട്ടെന്ന് പറന്നുപോയി. ഹെർ വിങ്സ് മേക്ക് എ ലൗഡ് നോയ്സ്, അവളുടെ ആ ചിറകിൽ വലിയ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഇവൻ്റെ അടുത്തിലൂടെ പറന്നു. ആ സമയത്ത് ഹി ആൻസേർഡ് ഹെർ വിത്ത്
അനദർ സ്ക്രീം, മറ്റൊരു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അമ്മക്ക് മറുപടി കൊടുത്തു. ഹിസ് ഫാദർ ഫ്ലോ ഓവർ ഹിം സ്ക്രീമിങ്, അവൻ്റെ ഫാദർ അവൻ്റെ മുകളിലൂടെ സ്ക്രീം ചെയ്ത് പറന്നു. ദെൻ ഹീ സോ ഹിസ് 2 ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഫ്ലൈങ് അറൗണ്ട് ഹിം, പിന്നെ അവൻ കണ്ടു അവൻ്റെ 2 ബ്രദേഴ്സും സിസ്റ്ററും അവന് ചുറ്റും പറക്കുന്നതായിട്ട്. സോറിങ് ആൻഡ് ഡൈവിങ്. Then he completely forgot that he had not always been able to fly. അവന് പറക്കാൻ അറിയില്ല എന്ന കാര്യമൊക്കെ അവൻ മറന്നു. ആൻഡ് കമൻസ് ടു ഡൈവ് ആൻഡ് സോർ, അവന് ഡൈവ് ചെയ്യാനും അതേപ്രകാരം മുങ്ങാനൊക്കെ തുടങ്ങി. ശ്രിങ്കിങ് സിറിലി, അവന് ഒച്ചത്തിൽ ശബ്ദമുണ്ടാക്കാനൊക്കെ ആരംഭിച്ചു. ഹി വാസ് നിയർ ദ സീ നൗ, ഇപ്പോൾ അവൻ കടലിനടുത്താണ്. ഫ്ലൈയിങ് സ്ട്രൈറ്റ് ഓവർ ഇറ്റ്, കടലിൻ്റെ മുകളിലൂടെ പറക്കുകയാണ്. ഫേസിങ് ഔട്ട് ഓവർ ദ ഓഷ്യൻ, കടലിൻ്റെ എല്ലാ രംഗങ്ങളും കണ്ട് അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ അവൻ പറക്കുകയാണ്. ഹി സോ എ വെസ്റ്റ് ഗ്രീൻ സീ ബെനീത്ത് ഹിം, അവൻ്റെ താഴെ വളരെ വിശാലമായി പരന്നു കിടക്കുന്ന ഒരു കടലിനെ അവൻ കണ്ടു. വിത്ത് ലിറ്റിൽ റിഡ്ജസ് മൂവിങ് ഓവർ ഇറ്റ്, അതിൻ്റെ മുകളിലൂടെ ചെറിയ തിരമാലകൾ മാത്രം ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട്. അവൻ്റെ ഫസ്റ്റ് ഫ്ലൈ ആണല്ലോ, അപ്പോൾ മുകളിൽ നിന്ന് കാണുമ്പോൾ ചെറിയ തിരമാല ഉള്ളതുപോലെ അവൻ തോന്നുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഹി ടേൺസ് ഹിസ് ബീക്ക് സൈഡ് വൈസ് ആൻഡ് ക്രൗഡ് അമ്യൂസ്ഡ്ലി, അവൻ്റെ കൊക്ക് ഒരു ഭാഷത്തേക്ക് ചിരിച്ചിട്ട് സന്തോഷത്തോടു കൂടെ വലിയ ശബ്ദമുണ്ടാക്കി. ഹിസ് പാരൻസ് ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഹാഡ് ലാൻഡഡ് ഓൺ ദ ഗ്രീൻ ഫ്ലോർ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം, അവൻ്റെ മുന്നിലുള്ള ആ പരന്ന സമുദ്രനിരപ്പിൽ അവൻ്റെ പാരൻസും ബ്രദേഴ്സും സിസ്റ്ററും ലാൻഡ് ചെയ്തിരുന്നു. ദേ വെർ ബാക്ക്നിങ് ടു ഹിം കോളിങ് സിറിലി, അവർ അവനെ മാടി വിളിക്കുന്നുണ്ടായിരുന്നു തിരിച്ചു വരാൻ വേണ്ടി. കോളിങ് സിഡ്ലി, വളരെ ശബ്ദത്തിൽ അവരെ വിളിക്കുന്നുണ്ടായിരുന്നു. ഹി ഡ്രോപ്പ്ഡ് ഹിസ് ലെഗ്സ് ടു സ്റ്റാൻഡ് ഓൺ ദ ഗ്രീൻ സീ, ആ സമുദ്രനിരപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കാലവൻ പതിയെ വെച്ചു. പക്ഷെ അവൻ കാല് വെച്ചപ്പോൾ ഹിസ് ലെഗ്സ് സാങ് ഇൻ ടു ഇറ്റ്, അവൻ്റെ ലെഗ്സുകൾ അതിലേക്ക് താഴ്ന്നുപോയി. ഹി സ്ക്രീംഡ് വിത്ത് ഫ്രൈറ്റ് ആൻഡ് അറ്റംപ്റ്റ് ടു റൈസ് അഗെയിൻ, അവൻ ഉറക്കെ അട്ടഹസിച്ചിട്ട് വീണ്ടും എണീക്കാൻ ശ്രമിച്ചു. പക്ഷേ ഫ്ലാപ്പിംഗ് ഹിസ് വിങ്സ്, അവൻ്റെ 2 ചിറകിട്ടടിച്ചിട്ട് ഉയരാൻ ശ്രമിച്ചു. ബട്ട് ഹി വാസ് ടയേർഡ് ആൻഡ് വീക്ക് വിത്ത് ഹങ്ങർ, അവന് ടയേർഡായിരുന്നു. മാത്രമല്ല അവൻ്റെ ബോഡി പറ്റ വീക്കായിരുന്നു. കാരണം അവൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ വീക്കായിരുന്നു. ആൻഡ് ഹി കുഡ് നോട്ട് റൈസ്, അത് കാരണം അവൻക്ക് ഉയരാൻ കഴിഞ്ഞില്ല. എക്സ്ഹാസ്റ്റഡ് ബൈ ദ സ്ട്രോങ് എക്സസൈസ്, ആദ്യത്തെ പറക്കലിൽ ആനന്ദം കണ്ട് വീണ്ടും അവൻ പറന്നു. ഇങ്ങനെ തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള എക്സസൈസ് ധാരാളം ചെയ്തു. ആ ഒരു കാരണത്താൽ അവൻ ടയർഡായിരുന്നു. ഹിസ് ഫീറ്റ് സാങ് ഇൻ ടു ദ ഗ്രീൻ സീ, അത് കാരണമായിട്ട് അവൻ്റെ കാലെന്തായി കടലിലേക്ക് താന്നുപോയി. ആൻഡ് ദെൻ ഹിസ് ബെല്ലി ടച്ചഡ് ഇറ്റ്, പിന്നീട് അവൻ്റെ ബെല്ലി എന്ന് പറഞ്ഞാൽ വയറ്, സ്റ്റൊമക്ക്, അത് സീനെ ടച്ച് ചെയ്തു. ആൻഡ് ഹി സാങ്ക് നോ ഫാദർ, അതിനുശേഷം അവൻ്റെ കൂടുതലൊന്നും താഴ്ന്നില്ല. ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അവൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. അതിൽ ലാൻഡിങ്ങിൻ്റെ സമയത്ത് എല്ലാ പക്ഷികളും താന്നു പോകും, അതവനറിയില്ലായിരുന്നു. താന്നുപോയി
അതിൻ്റെ സ്റ്റൊമക്ക് എത്തുന്നത് വരെ പോകും. പിന്നീട് അവിടെ നിന്ന് അങ്ങ് സ്വിം ചെയ്യലാണല്ലോ പതിവ്. അപ്പോൾ പേരൻസ് അതുകൂടി പഠിപ്പിക്കാൻ വേണ്ടി അവിടെ എന്തായതാണ്, ഒന്ന് ഡിലേ ആക്കിയതാണ്. ഹി വാസ് ഫ്ലോട്ടിങ് ഓൺ ഇറ്റ്. അവൻ ആ കടലിലൂടെ ഇങ്ങനെ നീന്തി കളിച്ചു. ആൻഡ് അറൗണ്ട് ഹിം ഹിസ് ഫാമിലി വാസ് സ്ക്രീമിങ്. അവന് ചുറ്റും അവൻ്റെ ഫാമിലികൾ സ്ക്രീം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രൈസിങ് ഹിം, അവനെ പുകഴ്ത്തിക്കൊണ്ട് ഓരോ നല്ല വാക്കുകൾ പറഞ്ഞ് അപ്രീഷിയേഷൻ ചെയ്തുകൊണ്ട്. ആൻഡ് ദെയർ ബീക്സ് വെയർ ഓഫറിങ് ഹിം സ്ക്രാപ്സ് ഓഫ് ഡോഗ് ഫിഷ്. അവരുടെ കൊക്കുകളിൽ നിന്നും അവർ ഡോഗ് ഫിഷ് എന്ന് പറഞ്ഞാൽ ഷാർക്കിൻ്റെ ചെറിയ കുട്ടിക്കാണ് ഡോഗ് ഫിഷ് എന്ന് പറയുക. അതിൻ്റെ കഷ്ണങ്ങളൊക്കെ അവനക്ക് ഇട്ടുകൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ ഈ ഹാഡ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അവൻ്റെ ആദ്യ പറക്കൽ നടത്തി. ഇവിടെ ഈ പറക്കൽ നടത്താൻ വേണ്ടി അവനെ സഹായിച്ചത്, ഹെൽപ്പ് ചെയ്തത് പൂർണ്ണമായിട്ടും അവൻ്റെ ഫാദറും മദറുമാണ്, പേരൻ്റാണോ.